ഇന്ത്യക്കാരടക്കമുള്ള യുവാക്കൾ ജീവിക്കാൻ സ്വപ്നം കാണുന്ന രാജ്യമാണ് കാനഡ. തൊട്ടടുത്തുള്ള യുഎസിനെ അപേക്ഷിച്ച് പെർമനന്റ് റെസിഡൻസി ലഭിക്കാൻ എളുപ്പമുള്ള രാജ്യം എന്നത് മാത്രമല്ല, തൊഴിലിനുള്ള മാനവ വിഭവശേഷി ആവശ്യമുള്ള രാജ്യം എന്നതും കുറഞ്ഞ ജീവിത ചെലവും കാനഡയെ നമുക്കിടയിൽ പ്രിയങ്കരമാക്കിയിരുന്നു. ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി നിരവധി ആളുകളാണ് കാനഡയെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി. രാജ്യത്തെ കുടിയേറ്റക്കാരുടെ എണ്ണം കാനഡ സർക്കാർ കർശനമായി നിയന്ത്രിക്കുകയാണെന്ന വാർത്തകൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കാനഡയിലുള്ള പ്രവാസികൾക്ക് പോലും ജോലി കിട്ടുക എന്നത് വളരെ പ്രയാസകരമാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വർഷം ആദ്യം മുതൽക്കേ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ സ്വീകരിച്ചു പോന്നിരുന്ന നയം മൂലം ഒരു മാസം ശരാശരി 3500ഓളം ആളുകൾക്ക് കാനഡ എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയധികം ഭയാനകമായ സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. കാനഡയിൽ നിന്നും പുറത്തു വന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായി ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് വന്നവരുടെ ക്യൂ ആണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വീഡിയോകൾ കാനഡയിൽ നിന്നും വൈറലായി മാറുന്നുണ്ട്. അതിലൊന്നാണ് ഈ വീഡിയോയും. മെക് അപ്ഡേറ്റ് എന്ന എക്സ് അക്കൗണ്ടിലാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ഒക്ടോബർ 3-നാണ് വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബ്രാംപ്ടണിൽ തുറക്കുന്ന ഒരു പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ പരസ്യം കണ്ടതിന് പിന്നാലെ 3000 വിദ്യാർത്ഥികളാണ് ജോലിക്കായി എത്തിയിരിക്കുന്നത്. കാനഡയിൽ വെയിറ്ററുടെയും പരിചാരകരുടെയും ജോലിക്കായാണ് ഉദ്യോഗാർത്ഥികൾ ക്യൂ നിൽക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാനഡയിൽ വലിയ തൊഴിലില്ലായ്മയാണോ? ഇന്ത്യയിൽ നിന്നും സ്വപ്നങ്ങളുമായി കാനഡയിലേക്ക് പോകുന്ന യുവാക്കൾക്ക് ഗൗരവമായ ആത്മപരിശോധന ആവശ്യമാണ് എന്നും ക്യാപ്ഷനിൽ പറയുന്നുണ്ട്. 2-3 വർഷമായി കാനഡയിൽ ഉണ്ടായിട്ടും കൃത്യമായി യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ലെന്ന് വീഡിയോയിൽ ഒരാൾ പറയുന്നുമുണ്ട്. അതേസമയം 70 ലക്ഷം രൂപ വാർഷിക ശമ്പളം കൊണ്ടുപോലും ജീവിത ചെലവ് നടന്നു പോകുന്നില്ലെന്ന് ടെക്കികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പീയൂഷ് മോങ്ക എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ പേജിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വന്നത്. $1 ലക്ഷം അദ്ദേഹത്തിന്റെ വാർഷിക ശമ്പളം. ഇത് ഏകദേശം 70 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് അടുത്ത് വരും. ടൊറന്റോയിലെ വാടക തന്നെ $3000, അതായത് ഇന്ത്യൻ രൂപ 2,51,130. കാനഡ സ്വപ്നം കാണുന്നവർ കാനഡയിലെത്തിയാൽ ജീവിതം അത്ര ഈസി അല്ലെന്ന് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2013 മുതൽ കാനഡയിലേക്ക് ചേക്കേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. 2013-നും 2023-നും ഇടയിൽ ഇന്ത്യയിൽ നിന്നും കാനഡയിലെത്തിയവരുടെ എണ്ണം 32,828-ൽ നിന്ന് 1,39,715 വരികയായിരുന്നു. അതായത് 326% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കനേഡിയൻ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികൾ പോയതാണ് ഈ വർധനവിന് ഇടയാക്കിയത്. കഴിഞ്ഞ വർഷം വരെ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ 40%-ഓളം ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യക്കാരിൽ 50%-വും പഞ്ചാബ് സംസ്ഥാനത്തിനുള്ളവരാണ്. 2023-ൽ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിൽ നിന്ന് 26,295 താൽക്കാലിക തൊഴിലാളികളാണ് കാനഡയിൽ എത്തിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുടിയേറ്റക്കാർ കൂടുന്നതോടെ താമസത്തിന് വീടുകൾ കിട്ടാനുള്ള ക്ഷാമം കാനഡയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 18 ലക്ഷം ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ഏകദേശം 28 ലക്ഷം ഇന്ത്യക്കാർ ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്നുണ്ട് എന്നാണ്. കാനഡയുടെ രാജ്യാന്തര വിദ്യാർത്ഥികൾക്കുള്ള ഇമിഗ്രേഷൻ നയങ്ങളുടെ ആകർഷണീയതയാണ് രാജ്യത്തേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നത്. കാനഡയിലെ ബിരുദധാരികൾക്ക് ബിരുദാനന്തരം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്ഥിരതാമസം നേടാനുള്ള അവസരം കാനഡയിൽ ലഭ്യമാണ്. യുഎസിലാണെങ്കിൽ ഈ പ്രക്രിയയ്ക്ക് ദീർഘകാല കാത്തിരിപ്പ് ആവശ്യമാണ്.